ഹലോ ഗായ്സ്, ക്രിയേറ്റീവ് ലൈഫ് വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കിരിക്കുന്നത്. ഇത് അട്ടക്കുളങ്ങരയാണ് ഈ ഹോട്ടൽ വരുന്നത്. സോ ഏവർക്കും സ്വാഗതം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളാണ് ഞാൻ ഈ ഹോട്ടലിൽ നമുക്ക് ചെന്നുകൊണ്ടത് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല ജിലേബി, വട, മൈസൂർ പാക്ക് തുടങ്ങിയ ബട്ടർ കേക്ക് തുടങ്ങിയ എല്ലാ സംഭവങ്ങളുണ്ട്. നല്ലൊരു ആംബിയൻ്റാണ് സ്ഥലങ്ങളിൽ. നല്ല ഹൈജീനിക് വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. പക്ഷേ ഈ ഹോട്ടലിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനേക്ക് ഞാൻ അവിടെ പോയത്. ബട്ട് ഞാൻ പ്രതീക്ഷിച്ച സംഭവം വെറൈറ്റീസ് എനിക്ക് അവിടെ കിട്ടിയില്ല. കാരണം ഒത്തിരി വെറൈറ്റി ഡിഷസാണ് അവിടെ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. കാരണം അത്ര വെറൈറ്റീസ് ഒന്നുമില്ല. നോർമലായിരുന്നു എല്ലാ കാര്യത്തിലും. സാധാരണ വെജിറ്റേറിയൻ ഹോട്ടൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു. പിന്നെ വൈഫിന് വന്ന് പൂരി ഓർഡർ ചെയ്തു. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കത് നോക്കാം. ആംബിയൻ്റൊക്കെ സൂപ്പർ, ഹൈജീനിക്കാണ്. പിന്നെ സെർവ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിനും കൊള്ളാം. ഇഡ്ഡലി വന്നപ്പോഴാണ് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയത്. കാരണം നല്ല തണുത്ത ഇഡ്ഡലിയായിരുന്നു. എല്ലാം നല്ല തണുത്തിട്ടായിരുന്നു. പൂരി ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. നോട്ട് ബാഡ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. കിഴങ്ങ് കറി, സൈഡ് ഡിഷൊക്കെ ഒന്ന് അത്ര പോരാ. പക്ഷേ ഇഡ്ഡലി നല്ല തണുത്തിട്ടായിരുന്നു. ചമ്മന്തി ആയാലും കുറച്ച് ഡിസപ്പോയിൻറ്റ്, ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പം എനിക്ക് ഇഡ്ഡലി അധികം കഴിക്കാൻ പറ്റിയില്ല. വടയൊക്കെ ആണെങ്കിലും എനിക്കൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ദോശയ്ക്കായിരുന്നു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചായ കൊള്ളാം, നല്ല ചായയായിരുന്നു അവർ തന്നത്. ബട്ട് വെറൈറ്റീസ് ഓഫ് ദോശ എന്നാണ് ഈ ഹോട്ടലിൻ്റെ ഒരു നല്ലൊരു പേര്. കേൾക്കുമ്പോൾ മനസ്സിലാവും ട്രിവാൻഡ്രംകാർക്കൊക്കെ. ബട്ട് അത്ര വെറൈറ്റീസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. നമ്മൾ ചോദിച്ചല്ലേ, സാധാരണ നമ്മൾ മസാല ദോശ, നെയ് റോസ്റ്റ്, ഗീ റോസ്റ്റ് തുടങ്ങിയ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാനൊരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. അപ്പം അത് വരുന്നത് ഇപ്പം കാരണം ഇഡ്ഡലിയൊക്കെ നല്ല തണുത്തിട്ടായിരുന്നു ഇരുന്നത്. വളരെ സെർവിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ടേസ്റ്റ് വൈസും എനിക്ക് ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് 10ന് ഒരു 5 മാർക്ക് എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. 50-50 അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചായ കൊള്ളാം, നല്ല ചായയായിരുന്നു. ദോശ വന്നു. ദോശ ഇങ്ങനെ നോക്കിയപ്പം അതും ഓക്കെ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഞാൻ ചെന്ന ഹോട്ടൽ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വരാം. താങ്ക് യു, ടേക്ക് കെയർ.